അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അഭിനന്ദനായ യതീംഖാനയുടെ പ്രസിഡന്റ് കൂടിയായ ജനാബ് പി ടി എ റഹീം സാഹിബ് MLA അവർകൾ, ആദരണീയനായ നജീബ് സാഹിബ് MLA അവരുടെ, ആദരണീയനായ മുൻ MLA ഉമർ മാഷ് അവர்கள், യതീംഖാനയുടെ ജനറൽ സെക്രട്ടറി ആദരണീയനായ TK അഹമ്മദ് കുട്ടിയാജി സാഹിബ് അവരുടെ, മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന ഡോക്ടർ PA ഷുക്കൂർ കിനാലൂർ, ആദരണീയനായ മുഹമ്മദ് ഹൈത്തമി അവരുടെ, ബാവാട് മുഹമ്മദ് ഹൈത്തമി കശി അവர்கள், മുഹമ്മദ് അബ്ദുറഹ്മാൻ മാഷു, ബി ഷിറാസ്, വല്ലറ അബ്ദു, ബഷീർ റഹ്മാനി, വേദിയിലും സാസുലൊക്കെ സന്നിഹിതരായ മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ, യതീംഖാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കൾ, യതീംഖാനയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ അഫിലിയേറ്റഡ് കോളേജിൻ്റെ വാർഷികവും അതിൻ്റെ സനദ് നാമ പ്രഖ്യാപനവുമാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് നടക്കുവാൻ പോകുന്നത്. കൊടുവള്ളി മുസ്ലിം യതീംഖാന എന്നുള്ളത് അനാഥ സംരക്ഷണ മേഖലയിൽ കേരളത്തിലെ ആദ്യകാല സ്ഥാപനങ്ങളിൽ പെട്ട ഒന്നാണത്. ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മുടെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന മഹാനായ പരികുട്ടിയാജി സാഹിബ് അവർ, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. യതീംഖാനയെ കെട്ടിപ്പടുക്കുന്നതിൽ, അതിനെ വളർത്തുന്നതിൽ, അതിനെ നാനോന്മുഖമായ മേഖലകളിൽ അതിൻ്റെ വളർച്ച സ്ഥിരപ്പെടുത്തുന്നതിലെല്ലാം മഹാനായ പരികുട്ടിയാജി സാഹിബ് അവர்கள் പ്രകടിപ്പിച്ച താല്പര്യവും വാത്സല്യപൂർണമായ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ, അതുതന്നെയാണ് കൊടുവള്ളി യതീംഖാനയുടെ ഏറ്റവും വലിയ കൈമുതൽ എന്നുള്ളത്. തൻ്റെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഓരോ അനാഥ, അഗതി, അന്തേവാസിയുടെയും കാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നുവല്ലോ. ഒരു വലിയ ആസ്തിയുടെ തണലിലായിരുന്നില്ല കൊടുവള്ളി യതീംഖാനയുടെ തുടക്കം. കോളറയും അതുപോലെയുള്ള മറ്റ് പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലത്ത് കൊറോണ പോലെയുള്ള മഹാമാരി അത് ആഞ്ഞടിച്ചപ്പോൾ ഒരുപാട് അനാഥ ബാല്യങ്ങൾ മലബാറിൻ്റെയും വള്ളുവനാടിൻ്റെയും എല്ലാം ഗ്രാമാന്തരങ്ങളിൽ ആരുടെയും സംരക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. 1920-കൾക്ക് ശേഷം അന്ന് ആ കാലഘട്ടങ്ങളിൽ അത്തരം അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സമുദായത്തിൻ്റെ ഒരു ബാധ്യതയായി ഉയർന്നു വരികയും അത് ഏറ്റെടുക്കുവാൻ സമുദായ സ്നേഹികൾ മുന്നോട്ട് വരികയും ചെയ്തു. തിരുരങ്ങാടിയിലെ MK ഹാജിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി യതീംഖാന ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ സ്ഥാപിതമായതാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് സ്ഥാപിത നമ്മുടെ കൊടുവള്ളി യതീംഖാന, അതുപോലെ തന്നെ മുക്കം ഓർഫനേജ്, ഇവയെല്ലാം ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമായിരുന്നു. ഓരോ കാലവും ഓരോ കാലഘട്ടത്തിൻ്റെയും നിർബന്ധിതാവസ്ഥയിൽ ഉയർന്നു വന്ന സ്ഥാപനങ്ങളാണ്. പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അതിനൊക്കെ സഹായിക്കാൻ അന്ന് ഉദാരമതികളായ, സ്നേഹനിധികളായ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ പരിതപിച്ചുകൊണ്ടിരുന്ന
ഒരുപാട് പേര് മുന്നോട്ട് വന്നു. ഉദാരപതികൾ മുക്കത്തും കൊടുവള്ളിയിലും തിരുങ്ങാടിയിലും എന്നതുപോലത്തെ മറ്റു പല പ്രദേശങ്ങളിലും ഈ ഒരു ചുവട് പിടിച്ചുകൊണ്ട് യതീംഖാനകൾ സ്ഥാപിക്കപ്പെട്ടു. വയനാട് മുസ്ലിം ഓർഫനേജ് മഹാനായ നമ്മുടെ ജമാൽ സാഹിബിൻ്റെ അശ്രാന്ത പരിശ്രമപരമായി രൂപീകരിക്കപ്പെട്ട വയനാട് മുസ്ലിം ഓർഫനേജ് അതൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. അള്ളാഹു അവർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പരികുട്ടി ഹാജി സാഹിബിനും അതുപോലെ കെ ഹാജി സാഹിബിനൊക്കെ പോലെയുള്ള ആ മഹത്വക്കൾ അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അപ്പോൾ അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ കടമയായിട്ടുള്ളത്. പറഞ്ഞ യതീംഖാനകൾക്കൊക്കെ ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കൊടുവള്ളി യതീംഖാനക്ക് പലതവണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീമതി ഗാന്ധിയിൽ നിന്നൊക്കെ അവാർഡ് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ഈ യതീംഖാനക്കുണ്ടായി. അത് ഈ അനാഥ സംരക്ഷണ മേഖലയിലെ യതീംഖാനയുടെ മികച്ച പ്രവർത്തന ഫലമായിട്ടാണ്. മുക്കം യതീംഖാനക്കും പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിനും പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അതാണല്ലോ. ഏത് ഗവൺമെൻറ് ആയാലും അവർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇതുപോലെയുള്ള യതീംഖാന ക്യാമ്പസുകളിലൂടെ നമുക്ക് ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയുന്നത്. ഇന്നത്തെ കാലത്ത് അറിവിൻ്റെയും പഠനത്തിൻ്റെയും ആവശ്യകത ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. ഈ യതീംഖാനകളൊക്കെ നിലവിൽ വന്നതിന് ശേഷം ഇവിടെയൊക്കെ പഠിച്ച് ബിരുദവും ബിരുദാനന്ത ബിരുദവും നേടിയിട്ടുള്ള ഒരുപാട് ഇവിടുത്തെ അന്തേവാസികളായിരുന്നിട്ടുള്ള യുവാക്കൾ അവർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും മുന്നേറുവാൻ ഇന്ന് അവർക്ക് കഴിയുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. സിവിൽ സർവീസ് മേഖലയിലും അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ട്. നജീബോടുണ്ട്. നജീബ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് അലി ഷിഹാബുണ്ട്. മുക്കം യതീംഖാനയിൽ നിന്നും അവിടുത്തെ അന്തേവാസിയായിരുന്നു. അവനിപ്പോൾ IAS ഓഫീസറാണ്. മേഘാലയയിലെ ഝാർഖണ്ഡിൽ അവിടെ ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. അദ്ദേഹവും ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണ്. നമ്മുടെ കൊടുവള്ളിക്കാരനായ ജാഫറുണ്ട്. കർണാടകയിലെ ഫൈനാൻസ് സെക്രട്ടറിയാണ്. ജാഫർ യതീംഖാനയിലല്ല പഠിച്ചത്. ജാഫറിൻ്റെ ബാപ്പ നമുക്കറിയാലോ, നമ്മുടെ അബൂബക്കർ മാഷല്ലേ. പക്ഷെ അവർക്കൊക്കെ പഠിക്കാനും വളരാനൊക്കെയുള്ള സാഹചര്യം സമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയായിരുന്നു. സമുദായം അതൊക്കെ ഏറ്റെടുക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുവാൻ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും യോജിപ്പിച്ചു കൊടുക്കുവാനും പുതിയ കോഴ്സുകൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ പ്രയത്നങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്കറിയാം ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാധാരണഗതിയിൽ ഇതൊക്കെ ചിലപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ വലിയ സാമ്പത്തിക ആസ്തിയുള്ളവർ നടത്തുന്നുണ്ടാവും. അത്തരം സ്ഥാപനങ്ങളിലേക്ക് കോഴ്സുകൾ കൊണ്ടുവരാനൊക്കെ അവർക്ക് പണം മുടക്കിയും മറ്റുമൊക്കെ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള അനാഥാലയങ്ങളിലേക്ക് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകളും ബാച്ചുകളും ഒക്കെ കൊണ്ടുവരാൻ പലപ്പോഴും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേ അവസരത്തിൽ ഇപ്പോൾ പരികുട്ടി ഹാജി സാഹിബിനൊക്കെ പോലെയുള്ള ആളുകൾ അവരൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സമുദായത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ജനപ്രതിനിധികളെ അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനാഥ മക്കൾക്കും നല്ല കോഴ്സുകളും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള
പെട്ടെന്ന് ജോലി സാധ്യതയുള്ള, പ്ലേസ്മെൻറ്റ് സാധ്യതയുള്ള കോഴ്സുകളൊക്കെ അവർക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതിലൂടെ ഒരുപാട് അനാഥ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും. അപ്പം ഇത് കാലഘട്ടത്തിൻ്റെ, കാരണം ഇൽമുൽ ഹാൽ എന്നുള്ളത് ഏറ്റവും അഫ്ദലായ അറിവാണല്ലോ. അഫ്ദലായിട്ടുള്ള അറിവ്, ആ അറിവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ. പരമ്പരാഗതമായ ഡിഗ്രി, പരമ്പരാഗതമായ സർട്ടിഫിക്കറ്റുകൾ, അത് മാത്രം പോരാ എന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുന്നു. മറിച്ച് പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള പുതിയ പല കോഴ്സുകളുമുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മുടെ കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവരാണ്. പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ എന്നുള്ളത് അങ്ങനെയാണ്. മുമ്പ് കാലം അവരെ അടിച്ചടിച്ചങ്ങനെ സഞ്ചരിപ്പിക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിദ്യാർത്ഥികൾ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവരാണ്. അവർക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയും ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും സർവകലാശാലകളും, ഇവരൊക്കെ വിദ്യാർത്ഥികൾക്കൊപ്പം, വിദ്യാർത്ഥികൾക്ക് പിന്നിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുക. വിദ്യാർത്ഥികൾ മുമ്പിലാണ്. മുമ്പ് സർവകലാശാലകളും സ്കൂളുകളും സ്ഥാപനങ്ങളും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഒക്കെ ആയിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഇന്നതല്ല. ഇന്ന് വിദ്യാർത്ഥികളാണ് മുമ്പിലുള്ളത്. അവർക്ക് പിറകെയാണ് സർവകലാശാലകളൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നത്. ഏത് വലിയ സർവകലാശാല, അത് അമേരിക്കൻ സർവകലാശാല ആകട്ടെ, യൂറോപ്യൻ സർവകലാശാല ആവട്ടെ, നമ്മുടെ ഇന്ത്യയിലെ JNU ആവട്ടെ, അല്ലെങ്കിൽ ഹന്തർത്ത ആവട്ടെ, DU ആവട്ടെ, ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റികളാകട്ടെ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ വിദ്യാർത്ഥികൾക്ക് പിറകെ സഞ്ചരിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് മുമ്പിലുള്ളത്. അത്രമാത്രം ഇൻഫർമേഷൻ മേഖലയിൽ പുതിയ തലമുറയ്ക്ക് വളരുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പുതിയ കോഴ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് സർവകലാശാലകളല്ല, ആപ്പിളിനെ പോലെയുള്ളവരാണ്, ഗൂഗിളിനെ പോലെയുള്ളവരാണ്, സെർച്ച് മാനേജർമാരാണ് പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുന്നത്. ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഇവരൊക്കെയാണ് ഇപ്പോൾ കുട്ടികളെന്ത് പഠിക്കണം എന്ന കാര്യത്തിൽ പുതിയ കോഴ്സുകളും മറ്റൊക്കെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല സർവകലാശാലകളല്ല. സർവകലാശാല പിന്നെ അത് ഏറ്റെടുക്കും, ടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖല, അതിപ്പോൾ അറിവിൻ്റെ മാർഗത്തിൽ ഒറ്റയേറെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പാവപ്പെട്ട കുട്ടികളെയും കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തീങ്ഖാനകളിലൂടെ അതിന് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഹുദവി ബിരുദം നേടുന്നവർ ആ ഹുദവി ബിരുദം നേടിയിട്ട് അവരുടെ വിജ്ഞാനം അവസാനിപ്പിക്കുന്നില്ല. ലോകത്തെ ഏത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പോയാലും അവിടെ ഹുദവിമാരുണ്ടാവും, വാഫിമാരുണ്ടാവും, ഫൈസിമാരും ദാരിമാരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏത് വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ നോക്കേണ്ട കാര്യമില്ല, അവിടെയൊക്കെ ഉണ്ട്. ഹൈദരാബാദിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. എവിടെ ഉന്നത ഗവേഷണ അല്ലെങ്കിൽ ഉന്നത ഹയർ എഡ്യൂക്കേഷൻ്റെ സംവിധാനങ്ങളുണ്ട്, അവിടെയൊക്കെ പറയപ്പെട്ട കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈക്രോസോഫ്റ്റിലുണ്ട്, ആപ്പിളിലുണ്ട്, ഗൂഗിളിലുണ്ട്. ഇങ്ങനെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ അവർ കീ പോസ്റ്റുകളിൽ തന്നെയാണ്. കീ പോസ്റ്റുകളിൽ തന്നെ അവർക്ക് ജോലി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരവിടെയൊക്കെ തന്നെ നല്ല മികച്ച വേതനം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലി എടുക്കുവാൻ സാധിക്കുക. ഈ രീതിയിലുള്ള അടിത്തറയാണ് ഈ സിലബസ്. ആധുനിക സിലബസ് ആവട്ടെ, വാഫി സിലബസ് ആവട്ടെ, അവർക്ക് ഉണ്ടാക്കുന്ന അടിത്തറയുണ്ട്, ബേസ്മെൻ്റ് ഉണ്ട്. ആ ബേസ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏത് സർവകലാശാലകളിലും അവിടെയുള്ള ഉയർന്ന കോഴ്സുകളിലേക്ക് അവർക്ക് ചേരുവാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥാപനത്തെയും നമുക്ക് ആ രീതിയിൽ വളർത്തണം. പ്രിയപ്പെട്ട അമ്മൂട്ടിയാജി ഇപ്പോൾ പറയായിരുന്നു, ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ആ സഹായങ്ങൾ വളരെ നല്ലതാണ്. ഇനിയും സഹായങ്ങൾ വേണ്ടി വരും. കാരണം പുതിയ പുതിയ അപ്ഡേഷൻ നമുക്ക് വേണ്ടി വരുമല്ലോ. ആ സഹായങ്ങൾക്ക് ഉദാരമതികളായിട്ടുള്ള ആളുകൾ തയ്യാറാകണം. അള്ളാഹു അതിന് ജാരിയായ സ്വതക്കയുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മറ്റൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളിപ്പോൾ അവസാനം ഇവരുടെ ലാസ്റ്റ്
ഡിഗ്രി ദാർഹുദയിലെ ഹുദവി ബിരുദമാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നിന്ന് നമ്മൾ പഠനം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ബിരുദം നൽകുന്നതിന് വേണ്ടി സ്ഥാപനം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ കലാമി എന്ന സനദ്, അതിൻ്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ നിന്ന് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറുദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ പ്രകാശന കർമ്മങ്ങൾ